ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഓറക്കിൾ ഡെക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള കാര്യം പറയാനായിട്ട് പോവുകയാണ്. ഒറക്കിൾ ഡെക്ക് എടുത്തതിന് ശേഷം നമ്മൾ ടാരോട്ട് കാർഡ് കൂടി എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള കാര്യം നമ്മൾ നോക്കുകയാണ്. ലേറ്റ് നൈറ്റ് തോട്ടാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ കഴിഞ്ഞ ദിവസം എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. നെക്ലറ്ററാണ് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്. ഇവിടെ അവർ പറയുന്നത് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അവർ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും അവരും സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണ് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർ മൂലമാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒറക്കിൾ ഡെക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ടാരോട്ട് കാർഡ് കൂടി നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്? തേർഡ് പാർട്ടിയാണ് കിട്ടിയിട്ടുള്ളത്. ഡബിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ വാക്കു കേട്ടിട്ട് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയി എന്നാണ് കാർഡ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളിലേക്ക് തരുവാനായിട്ട് അവർ വൈകിപ്പോയത്, അല്ലെങ്കിൽ ഇപ്പോഴും തരാനായിട്ട് സാധിക്കാത്തത് എന്ന് ഈ കാർഡ് പറയുന്നു. നെക്സ്റ്റ് ഒറക്കിൾ ഡെക്ക് എടുക്കാം. അവർ നിങ്ങളോട് പറയുന്ന കാര്യം, അവർ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം, ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. ഒരു തീരുമാനമെടുക്കാനുള്ള എൻ്റെ കഴിവില്ലായ്മയുണ്ടല്ലോ, അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അവർ ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഈ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട്, ഉറച്ച നിലപാടെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടായില്ല. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒത്തിരി വേദനിച്ചിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് ടാരോട്ട് കാർഡ് എടുക്കാം. ടെമ്പറൻസ് ആണ് കിട്ടിയിട്ടുള്ള കാർഡ്. എന്താണ് ടെമ്പറൻസ് പറയുന്നത് നോക്കാം. ഇവിടെ ഒരു നിയന്ത്രണത്തിനെയാണ് കാണിക്കുന്നത്. ഒന്നുകിൽ അവരായിട്ട് തന്നെ അവരെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയാൽ അവർ നിയന്ത്രിക്കപ്പെടുന്നത്. ജീവിതത്തിൻ്റെ മധ്യപാതയിലാണ് എന്നവർ തിരിച്ചറിയാണ്. ഇവിടെ അവർക്ക് എവിടെയും എത്താനായിട്ട് സാധിച്ചിട്ടില്ല. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളെ വേണം, അതോടൊപ്പം തന്നെ അവരുടെ കരിയർ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണം. അപ്പോൾ മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം, മറ്റുള്ളവരുടെ വാക്കു കേട്ടിട്ട് അവരെന്തിനാണ് പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്? അവരുടെ കരിയറിനാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ താൽക്കാലികമായി മാറ്റി നിർത്തി. ഇവിടെ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ നല്ല രീതിയിലുണ്ട്. അപ്പോൾ ലൈഫിൽ അവർ മിഡിൽ പാത്തിലാണെന്ന് ഇപ്പോൾ അവർ തിരിച്ചറിയാണ്. നിങ്ങളും കൂടി അവരുടെ ലൈഫിലേക്ക് വന്നാലേ അവർ പൂർണ്ണനാവുകയുള്ളൂ, അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തുള്ളൂ എന്നവർ ചിന്തിക്കുന്നു. ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉള്ളതുപോലെ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ എനർജി ബ്ലെൻഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ പൂർണ്ണതയിൽ എത്താൻ വേണ്ടിയിട്ട്, നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ മാക്സിമം എനർജി എടുക്കുന്നുണ്ട്. എന്നാൽ സൈലൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. സൈലൻ്റ് എന്ന് പറയുമ്പോൾ അവർ നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പും വളരെ കരുതലോടു കൂടിയാണ്
ഇനി മുന്നോട്ട് വെക്കുന്നത് എന്നീ കാർഡ് പറയുന്നു. നെക്സ്റ്റ് ഓരക്കൽ ഡെക്ക് എന്താ നോക്കാം. ഹാബിറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ഇവിടെ അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മാറ്റം വന്നോ, നിങ്ങൾ മാറിയിരിക്കുമോ? കാരണം കുറച്ച് നാളായിട്ട് നിങ്ങളും അവരും സെപ്പറേഷനിൽ തന്നെയാണ്, നോ കോണ്ടാക്റ്റിലാണ്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ടാവോ എന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് ടാരോട്ട് കാർഡ് എടുക്കാം. മൂണാണ് കിട്ടിയിട്ടുള്ള കാർഡ്. മൂണെന്ന് പറയുമ്പോൾ നിങ്ങളും അവരും സെപ്പറേഷനിലാവാനായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള മിഥ്യാധാരണകളെയാണ് കാണിക്കുന്നത്. നിങ്ങളെ പൂർണ്ണമായിട്ടും ആ ഒരു സമയത്ത് പാസ്റ്റിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യത്തെയാണ്. നിങ്ങളുടെ പേഴ്സൺ അവരെക്കുറിച്ച് പൂർണ്ണമായിട്ടും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സിലുള്ള നിങ്ങളോടുള്ള സ്നേഹത്തെ അവർ മറച്ചു വെച്ചു. ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അവബോധത്തിൽ വിശ്വസിക്കുക എന്നാണ്. ഒരുപാട് ഭയങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. ആ ഭയത്തെയാണ് ഇവിടെ മൂൺ കാർഡ് പറയുന്നത്. അവരുടെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ്. എന്നാൽ അവരിലെ തടസ്സത്തെ ഇവിടെ കാണിക്കുന്നു. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് ഒരു ധാരണ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് അപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണോ സംഭവിക്കാനുള്ളത് അത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി സംഭവിക്കട്ടെ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ ഓർത്തെടുക്കുന്നു. നിങ്ങളും അവരും തമ്മിൽ കാണുവാനുള്ള സാഹചര്യം, ഒരുമിച്ചുള്ള ജീവിതം, ഒരുമിച്ചുള്ള നിമിഷങ്ങൾ, ഇതെല്ലാം അവർ ഓർത്തെടുക്കുന്നു. പിന്നീട് നിങ്ങൾ ഇപ്പോൾ സെപ്പറേഷൻ ആയിട്ടുള്ള ആ ഒരു കാര്യവും ഓർത്തെടുക്കുന്നു. അപ്പം ഇനിയെല്ലാം യൂണിവേഴ്സിൻ്റെ കയ്യിലാണ്. ഞങ്ങളെ ഒന്നിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ മൂൺ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് ഓറക്കൽ ഡെക്ക് നോക്കാം. കോൺവെർസേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനും നിങ്ങളുടെ വോയിസ് കേൾക്കുവാനും അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളെ അവർ അത്രമാത്രം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ടാരോട്ട് കാർഡ് കൂടി എടുക്കാം. ത്രീ ഓഫ് വാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ള കാർഡ്. അവർ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു, നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുന്നു. ആ പിക്ചർ നോക്കൂ. ഇവിടെ 3 വാൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് അവർക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെയാണ് കാണിക്കുന്നത്. ആ ഒരു പ്രശ്നത്തിനിടയിലും നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരുവാനായിട്ട് തയ്യാറാകുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ കറക്റ്റായിട്ടുള്ള ദിശയിൽ തന്നെയാണ്. നിങ്ങളിലേക്ക് വന്നാലേ അവർ പൂർണ്ണതയിലെത്തുള്ളൂ എന്ന് യൂണിവേഴ്സായിട്ട് തന്നെ കാർഡ്സിലൂടെ പറയുകയാണ്. നെക്സ്റ്റ് ഓറക്കൽ കാർഡ് എന്താണെന്ന് നോക്കാം. അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ, യൂണിവേഴ്സായിട്ട് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. റിയൂണിയൻ ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. ഇവിടെ നമ്മൾ തിരിച്ചു വരുമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ പിണങ്ങിയിരുന്നാലും നമ്മൾ ഒന്നിക്കുക തന്നെ ചെയ്യും. നമ്മൾ നോ കോണ്ടാക്റ്റിലാണെങ്കിലും നമ്മൾ ഒന്നിക്കുക തന്നെ ചെയ്യുമെന്ന് കാർഡ്സ് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നിക്കും. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളതാണ്.
യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സണെ എത്തിക്കുമെന്ന് റിയൂണിയൻ കാർഡ് പറയുന്നു. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ടാരോട്ട് കാർഡ് കൂടി നോക്കാം. ഏസ് ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ള കാർഡ്. ഇവിടെ ഏസ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത് ഹൃദയത്തെ ഉണർത്തുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ഒരു ന്യൂ കണക്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ന്യൂ ഫൗണ്ട് ഇമോഷൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ മനസ്സിനെ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ സ്നേഹത്തെ അവർ മനസ്സിലാക്കുമ്പോൾ, അവരുടെ ഹേർട്ട് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്നു. ഇവിടെ പോസിറ്റീവ് ഔട്ട്കംസ് എന്നാണ് പറയുന്നത്. അവര് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളെ തുറന്ന് സ്നേഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പാസ്റ്റില് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് എങ്ങനെയാണോ അതുപോലെ അവർ കുറച്ചും കൂടി നിങ്ങളിലേക്ക് ഓപ്പൺ ആവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറച്ചു വെച്ചിട്ടുള്ള കുറച്ച് സത്യങ്ങൾ ഉണ്ടാവാം, അതെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി ഒരു ഒരാക്കിൾ ഡെക്ക് കൂടി എടുത്തിട്ട് റീഡിങ് അവസാനിപ്പിക്കാം. നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആബ്സെൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ അവരുടെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. നിങ്ങൾ അവർക്ക് എല്ലാ രീതിയിലും അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അവരിലെ നെഗറ്റീവ്സും പോസിറ്റീവ്സും അറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് ഇപ്പോൾ അവർ തിരിച്ചറിയാണ്. കൂടെയുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല പറയില്ലേ, അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി എപ്പോഴും അവൈലബിൾ ആവുമ്പോൾ അവരുടെ വാല്യൂ മറ്റുള്ളവർക്ക് അറിയില്ല. എന്നാൽ അവർ സൈലൻ്റായിട്ട് നിൽക്കുമ്പോൾ, അവരവരുടെ കാര്യങ്ങളായിട്ട് പോകുമ്പോഴാണ് ആ വ്യക്തിയുടെ മഹത്വം, വാല്യൂ, അവരെന്ന വ്യക്തി എത്രമാത്രം തന്നെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ തിരിച്ചറിയപ്പെടുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വാല്യൂ അവരിപ്പോൾ തിരിച്ചറിയാണ്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ടാരോട്ട് കാർഡ് കൂടി എടുക്കാം. ദ എംപറർ ആണ് കിട്ടിയിട്ടുള്ളത്. എംപറർ എന്ന് പറയുമ്പോൾ അവരിലെ ഉറച്ച നിലപാടിനെ, ഉറച്ച ഡിസിഷനെ ഈ കാർഡ് പറയുന്നു. ഒരു അതോറിറ്റിയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ എടുക്കാൻ പോകുന്ന ഒരു ആക്ഷനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഉറച്ച നിലപാടാണ് ഇവിടെ ഈ കാർഡ് പറയുന്നത്. അവരിലെ ഉറച്ച തീരുമാനത്തെ ഈ കാർഡ് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ടുള്ള റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.